ശ്രീ ഷാഫി ചാലിയെ മുസ്ലിം ലീഗ് 3 സീറ്റ് UDF-ൽ ചോദിക്കുന്നുണ്ട്. അതിപ്പോൾ കിട്ടോ ഇല്ലയോ എന്നറിയില്ല, കിട്ടാതിരിക്കാനാണ് സാധ്യത. പക്ഷെ എന്തായാലും 3 മുസ്ലിം ലീഗുകാർക്ക് മത്സരിക്കാനുള്ള സാധ്യത തെളിയുന്നുണ്ട്. 2 UDF-ലും 1 LDF-ലും. സന്തോഷായോ? അല്ല, LDF-ന്റെ തീരുമാനം പുറത്തു വന്നിട്ടില്ലല്ലോ. നിങ്ങൾ ഗസ് ചെയ്ത് പറയല്ലേ, വരട്ടെ. അവർ 2 സീറ്റും വിൽപ്പനക്ക് വെച്ചതായിട്ടാണ് ഞങ്ങളെ അറിവ്. സാധാരണ അങ്ങനെ ചെയ്യാറ്, ഏതെങ്കിലും ഒരു പണച്ചാക്കിന് ഇടുന്ന പതിവാണുള്ളത്. ഇത്തവണ എങ്ങനെയാണ് അവർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് അവരെ തീരുമാനം വരട്ടെ, അന്നേരം പ്രതികരിക്കും. മലപ്പുറത്ത് വസീഫാണ്, പൊന്നാനിയാണ് അവിടെ ഒരു ഫൈറ്റിംഗ് ചാൻസ് ഉള്ളത്. അല്ല പോട്ടെ, തീരുമാനം വന്നോട്ടെ. ഇപ്പോൾ നിങ്ങളുടെ പാർട്ടിക്കകത്തുണ്ടായിട്ടുള്ള ഒരു ധാരണ എന്താണ്? ET മുഹമ്മദ് ബഷീർ പൊന്നാനിയിൽ നിന്ന് മലപ്പുറത്തേക്ക്, മലപ്പുറത്ത് നിന്ന് അബ്ദുൾ സമദ് സമദാനി പൊന്നാനിയിലേക്ക് എന്നുള്ളതാണല്ലോ. പൊന്നാനി കുറച്ച് ടഫായിട്ടുള്ള എന്ന് വെച്ചാൽ CPM-ന് ഫൈറ്റിംഗ് ചാൻസ് ഉള്ള സീറ്റാണ്. CPM ജയിച്ചിട്ടുള്ള നിയമസഭാ സീറ്റുകൾ അതിനകത്ത് ഉണ്ട്. പൊന്നാനി, അതുപോലെ തന്നെ തൃത്താല പോലെയുള്ള, തവനൂർ പോലെയുള്ള സീറ്റുകൾ. അതായത് CPM-നും ഏതാണ്ട് തുല്യമായ പങ്കാളിത്തമുള്ള മേഖലകൾ അവിടെ ഉണ്ട് എന്നുള്ള നിലയ്ക്കായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും ET മുഹമ്മദ് ബഷീർ അവിടെ നിന്ന് സേഫ് ആക്കാൻ വേണ്ടിയിട്ട് മലപ്പുറത്തേക്ക് പോകുന്നത്. ഇനിയിപ്പോൾ KS ഹംസ വന്ന സ്ഥിതിക്ക് ET പോണോ? എന്താ താങ്കൾക്ക് തോന്നുന്നത്? ഇല്ല, അതൊക്കെ പാർട്ടിയുടെ തീരുമാനം വരട്ടെ. വരുന്നതിന് മുമ്പ് എന്ത് പ്രതികരിക്കാനാണ്? പിന്നെ കഴിഞ്ഞ തവണ പൊന്നാനിയിൽ ഈട്ടിക്കെതിരെ മത്സരിച്ചത് ആരറിയല്ലോ? PV അൻവർ. അദ്ദേഹം എന്താ പറഞ്ഞത്? പൊന്നാനി ഞാൻ ജയിക്കും, പൊന്നാനി എങ്ങാനും ഞാൻ വിജയിച്ചിട്ടില്ലെങ്കിൽ ഞാൻ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കും. ആ സാധു പൊതുപ്രവർത്തനമൊക്കെ അവസാനിപ്പിച്ച് നിലമ്പൂരിലെ വീട്ടിലിരിക്കുകയാണല്ലോ. നമുക്കറിയാമല്ലോ എന്തെല്ലാം വടായിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ചിത്രങ്ങൾ കൂടുതൽ തെളിഞ്ഞു വരട്ടെ. പാർട്ടികളുടെ തീരുമാനം, മുന്നണിയുടെ തീരുമാനം, പ്രഖ്യാപനങ്ങൾ ഇതൊക്കെ വന്നതിന് ശേഷം നമുക്ക് പ്രതികരിക്കാം. കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം ഉണ്ടല്ലോ പൊന്നാനിയിലത്തെ, അത് സൗകര്യം കിട്ടുകയാണെങ്കിൽ അതൊന്ന് പോയി എണ്ണി നോക്കിയാൽ മതി. ഒരു പ്രശ്നവുമില്ല. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് രീതിയും അസംബ്ലി തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് രീതിയും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അത് ഏവർക്കും അറിയുന്നതാണ്. അതുകൊണ്ട് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഒരു ഭയവും മുസ്ലിം ലീഗിനും UDF-നും ഇല്ല. അത് കഴിഞ്ഞ തവണ ഒരു അബദ്ധത്തിൽ ഒന്ന് പോയിരുന്നു, ആലപ്പുഴ. ഇത്തവണ അതടക്കം തിരിച്ചു പിടിക്കാനുള്ള ക്രമീകരണങ്ങളും പ്രവൃത്തികളും എല്ലായിടത്തും മുസ്ലിം ലീഗും ചെയ്തിട്ടുണ്ട്, അതുപോലെ UDF-ഉം ചെയ്തിട്ടുണ്ട്. ശരി, ഓക്കെ.